ഹലോ. അപ്പോൾ ഒരുപാട് പേരുടെ കുറേ ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് എൻ്റെ വീഡിയോ. കുറേ പേരുടെ സംശയമാണ് ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സംശയം, നിങ്ങൾ ഡിവോഴ്സായോ? മൂന്നാമത്തെ സംശയം, അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും എന്തെങ്കിലും വഴക്കിട്ടിട്ടാണോ അവിടുന്ന് ഇറങ്ങിയത്? അങ്ങനെ കുറേ സംശയങ്ങളാണ്. അപ്പം നിലവിൽ ഈ 3 സംശയമാണ് കൂടുതലായിട്ട് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ സംശയം എന്ന് വെച്ചാൽ ഞാനെന്താ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അതിന് എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ നിന്നോ അങ്ങനെ കുഴപ്പം അവിടെ വന്ന് നിൽക്കണമെന്നുള്ളതൊന്നും അവർക്കില്ല. എനിക്ക് ഇവിടെ എന്താ പറയണ്ടേ, അച്ഛനും അമ്മയും, അച്ഛനങ്ങ് ഗൾഫിലായിരുന്നു. അപ്പം 3-4 വർഷം കൊണ്ടാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കുള്ള ടൈമിൽ ഇവിടെ നിൽക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ചിലർ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രം നിൽക്കണമെന്നുള്ള അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ചോയ്സാണ്. നമ്മുടെ സൗകര്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കും, അത് തന്നെ. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അതായത് എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അവിടെ നിൽക്കില്ലെന്നില്ല അതിനർത്ഥം. അവിടെ ആയിരുന്നു ഫസ്റ്റ് ഡെലിവറി ചെയ്തത് മോനുള്ള ടൈമിൽ ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് അമ്മയ്ക്കൊക്കെ വയ്യാതിരുന്ന്, അമ്മയ്ക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അച്ഛന് ഓട്ടോ ഓടിക്കുകയാണ്. അപ്പം അതുപോലെ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ടേ എനിക്ക് എന്തോ ആ ഒരു ടൈമിൽ നമുക്ക് അമ്മമാരുടെ കൂടെ നിൽക്കാനല്ലേ ആഗ്രഹം. അപ്പോൾ അങ്ങനെ നിന്നാണ്. അപ്പോൾ ഇപ്പോഴും ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട്. അവിടെ കുറേ നിന്ന്. പിന്നെ സെക്കൻഡ് ഡെലിവറി ആയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത്, ഞങ്ങൾ ഡിവോഴ്സ് ആയി. ലൈവിലൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ചോദിക്കും ഡിവോഴ്സായോ? എന്തായാലും ഡിവോഴ്സ് ആയിട്ടില്ല. പിന്നെ എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഇണക്കങ്ങളും പിണക്കങ്ങളും, ഇല്ലേ? അതില്ലാത്തവരായിട്ടാരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഞങ്ങൾ വഴക്കിടാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനർത്ഥം ഡിവോഴ്സ് ആണെന്നാണോ? അല്ല. പുള്ളി ഇപ്പം പഞ്ചാബിലാണ്. ഓക്കെ. ഇപ്പോൾ ലീവിൽ 2 മാസം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങളിനി പറഞ്ഞ് കുഴപ്പങ്ങളുണ്ടാക്കാതിരുന്നാൽ മതി. പുള്ളിയുടെ കൂടെ ഇപ്പോൾ നിൽക്കത്തിന് കാണുന്നത് പുള്ളി ഇപ്പോൾ പഞ്ചാബിലാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിനിങ്ങിന് ജമ്മുവിലൊക്കെ പോകണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൂടെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടേ? അതുമല്ല അങ്ങനെ വന്നിട്ട് ട്രെയിനിങ്ങിന് ഈ മാസമൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അപ്പം അങ്ങനെ പോയി നിന്നൊരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ വെച്ചിരുന്ന ട്രെയിനിങ്ങൊക്കെ കഴിയട്ടെന്ന് വെച്ചുകൊണ്ടാണ് പിന്നെ പഞ്ചാബിലോട്ട് പോകാഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടെ പോകാനായിട്ട്. പിന്നെ ഈ ഇൻട്രോവേർട്ട് ഹസ്ബൻഡ് എന്നൊക്കെ പറയില്ല, അത് തന്നെ. ഈ എൻ്റെ എൻ്റെ കുറേ കൺസെപ്റ്റും അല്ലെങ്കിൽ എൻ്റെ കുറേ ഇഷ്ടങ്ങൾ പുള്ളിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പുള്ളിയുടെ കുറേ കൺസെപ്റ്റും ഇഷ്ടങ്ങളും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയലുണ്ട്. പക്ഷേ എനിവേ ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതാണ് സത്യം, അതാണ് റിയാലിറ്റി. പിന്നെ മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ എന്താ, 2-3 പേര് ചോദിച്ചു അമ്മായിപ്പനോട് അമ്മായിമ്മയോട് വഴക്കിട്ടിട്ട് തുടങ്ങി. അതിൻ്റെ ആവശ്യം എന്താ? നമ്മുടെ അമ്മമാരെങ്ങനെയാണ് പഠിപ്പിച്ച് വിടുന്നത്? ചെല്ലുന്ന വീട്ടിൽ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കാണണമെന്നല്ലേ? ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെയുള്ള ഇതൊന്നും അവിടെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരെ കൊണ്ട് എനിക്ക് യാതൊരു ശല്യവും ഇല്ല. എന്നെക്കൊണ്ട് ഞാൻ അവരെ ശല്യം ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. ഒറ്റമുളെന്ന് എപ്പോഴും പറഞ്ഞു വെച്ചാൽ അത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് ഒറ്റയ്ക്ക് വളർന്നതിൻ്റെ. അതെനിക്ക് നല്ല വിഷമമുണ്ട്. നല്ല വിഷമം എന്ന് വെച്ചാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേക എന്താ, എനിക്കെപ്പോഴും അമ്മ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴും ഒന്നും കൂടെ, അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വഴക്കിടുമ്പോൾ എന്തെങ്കിലും അമ്മയോടൊക്കെ പറയുന്ന കാര്യങ്ങളും, അന്ന് ഞാനൊരു അമ്മയായപ്പോഴാണ് ആ ഒരു ഫീല്, അമ്മയെന്നുള്ളൊരു സത്യം അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നുള്ളവരും ഞങ്ങൾ തമ്മിലുള്ള ലൈവിലൊക്കെ ചോദിക്കും, ഞങ്ങൾ അമ്മ ഇപ്പം വഴക്കാണോ, ചേട്ടനിട്ടിട്ട് പോയോ എന്നൊക്കെ. നമ്മുടെ സമൂഹത്തിനൊരു ഇതുണ്ട്, എന്താ പറയണത്, ഇച്ചിരി നമ്മുടെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറയും, ഇല്ലേ? അപ്പോൾ അത് വലുതാക്കിയിട്ട് അവർ അവരുടെ കുറേ കൺസെപ്റ്റ് വെച്ചിട്ട് അതങ്ങ് വലുതാക്കി വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും. അത് ചിലപ്പോൾ ഇന്ന സ്ഥലത്തെന്നല്ല, മിക്കവാറുള്ളിടത്തെല്ലാം ഇതൊക്കെ തന്നെയാണ്, ഗോസിപ്പ്, അല്ലേ? അത് പറയാൻ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ ഞങ്ങൾ അമ്മ വഴക്കിടാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എനിക്കെല്ലാം ചില കാര്യങ്ങൾക്ക് വാശി പിടുത്തമുണ്ട്. അപ്പം അത് തെറ്റാണ്, എനിക്കറിയാം തെറ്റാണ്. പക്ഷേ ഞാൻ വാശി പിടിക്കും ചില കാര്യങ്ങൾക്ക്. അപ്പം പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഞാൻ ഇതിൽ കരയും. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചാൽ ഞങ്ങൾ അതിനാണ് കൂടുതൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് ഞാൻ ഉടക്കിയിട്ടിരിക്കും. പിന്നെ പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാൻ തന്നെ അതെല്ലാം മാറ്റി ഞാൻ തന്നെ ചെല്ലും, അത് വേറൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഈ പറഞ്ഞ തൊട്ട് ഡിവോഴ്സ് ആയിട്ടില്ല. വീട്ടിൽ അച്ഛനും അമ്മയും അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ആരും എന്നെ ഇറക്കി വിട്ടിട്ടില്ല. പിന്നെ അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം. നമ്മളൊരു ഫാമിലി ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം നിങ്ങളുടെ എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം. അപ്പം
ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. എപ്പോഴും നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അതിനെ ആ രീതിയിൽ കാണുക. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ലവേഴ്സ് ആയാലും ഹസ്ബൻഡ് ആയാലും വൈഫ് എന്തായാലും തന്നെ നമ്മൾ ലിമിറ്റ് വിട്ട് നിൽക്കുമ്പോഴാണ് അവരെന്തെങ്കിലും ചെറിയ, അതായത് നമ്മൾ വഴക്കിടുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യം നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റാത്തതാകുന്നതും നമ്മളത് കൂടുതൽ വാശി പിടിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം അതിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ആ രീതിയിൽ നമ്മൾ അങ്ങോട്ടും പോകണം. അല്ലാതെ അവരിങ്ങോട്ട് കാണിക്കുന്ന ഇരട്ടി നമ്മളങ്ങോട്ട്, അതായത് അത്രയ്ക്ക് സ്നേഹം കൊടുത്ത് ഇതായിട്ട് നമുക്ക് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ തന്നെ ഹേർട്ടാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു എന്താ പറയുക മിനിമം അല്ലേ, വേണ്ടാന്നല്ല, കൂടുതൽ വേണമെന്നല്ല, അതിന് മീഡിയം ഉണ്ടല്ലോ, അങ്ങനെ പോയാൽ പല വഴക്കുകൾ ഒഴിവാക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ചിലരെ വിളിച്ചില്ലേ, ചിലപ്പോൾ ഒരു വട്ടം വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും, പുള്ളിക്ക് പട്ടാളം ആണല്ലോ, അപ്പം പല സ്ഥലങ്ങളിൽ പോയി എടുക്കുകയൊക്കെ വേണം. അപ്പം ഞാനിത് എന്ന് പറഞ്ഞ് നോക്കിക്കുമ്പോൾ എന്നെ വിളിക്കില്ല. അപ്പം പുള്ളിയുടെ സിറ്റുവേഷൻ അല്ലല്ലോ എൻ്റെ സിറ്റുവേഷൻ. അപ്പം ഞാനതിനൊക്കെ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി ഞാൻ വഴക്കിട്ടൊന്നും കാര്യമില്ല, കാരണം പുള്ളിയുടെ സിറ്റുവേഷനിൽ വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം ഞാനത് മനസ്സിലാക്കാതെ എന്നെ വിളിച്ചേ പറ്റൂ, എന്നെ ഇത്ര ദിവസം ഇത്ര ടൈം വിളിക്കണം എന്നൊക്കെ ഞാൻ കണ്ടീഷൻ വെച്ചാൽ അവിടെ വെച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ബൈ.